കോട്ടയം വൈക്കത്തെ PWD ഓഫീസ് അപകടാവസ്ഥയിൽ. റോഡ്സ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയമാണ് അപകടാവസ്ഥയിലുള്ളത്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള വൈക്കത്തെ അമ്മച്ചി കൊട്ടാരത്തിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഓടിട്ട കെട്ടിടം ചോരാൻ തുടങ്ങിയതോടെ ടാർപോളിൻ വിരിച്ചാണ് ചോർച്ച അടച്ചിരിക്കുന്നത്. ഭിത്തികളിൽ പലയിടത്തും പൊട്ടലും വിള്ളലുമുണ്ട്. അഖിൽ കെ വിവരങ്ങളുമായി. അഖിൽ, പല സർക്കാർ ഓഫീസുകളും ആദ്യം പ്രതികരണം കണ്ട ശേഷം. വൈക്കത്തെ പ്രധാനപ്പെട്ട ഒരു ഓഫീസാണ് PWD വൈക്കം. ഇന്ന് ആ ഓഫീസിൻ്റെ അവസ്ഥ കണ്ടാൽ വളരെ ദയനീയമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട വകുപ്പാണ് PWD. ആ ഓഫീസ് ഇന്ന് വളരെ മോശകരമായി പൊട്ടിപ്പൊളിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത ഒരു സ്ഥലം കാണാവുന്ന കാര്യമാണ്. വളരെ പ്രതിഷേധവർഗമാണ്. ഈ ഓഫീസ് കാണുമ്പോൾ അറിയാം PWD വകുപ്പ് എങ്ങനെയാണ് വൈക്കത്തെ PWD റോഡുകളോടും ഗ്രാമീണ റോഡുകളോടും കാണിക്കുന്ന താല്പര്യം എന്താണെന്നും സമീപനം എന്താണെന്നും അറിയും. അതുകൊണ്ട് വളരെ പ്രതിഷേധാർഹമാണ് ഇതുള്ള ഈ സർക്കാർ ഓഫീസുകൾ ഇത്തരത്തിൽ പരിപാലിക്കപ്പെടാതെ സംരക്ഷിക്കപ്പെടാതെ പോകുന്ന അവസ്ഥ വളരെ പ്രതിഷേധാർഹമാണ്. അഖിൽ കെ വിവരങ്ങളുമായി. അഖിൽ, പലയിടത്തും സർക്കാർ ഓഫീസുകളുടെ സ്ഥിതി ഇങ്ങനെയാണ്. ഇപ്പോൾ ഈ കെട്ടിടത്തിന്റെ അവസ്ഥ നേരിട്ട് കാണുമ്പോൾ അഖിൽ എന്താണ് മനസ്സിലാക്കാനാകുന്നത്? സ്മൃതി, പലയിടത്തും ഇതിന്റെ പൊട്ടലുകളുണ്ട്, വിള്ളലുകളുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അത് ഓടിട്ട കെട്ടിടമാണ്. പക്ഷേ അതിൽ ചോർച്ച വന്നപ്പോൾ അത് പരിഹരിക്കാൻ നിൽക്കാതെ ഈ ടാർപോളിനൊക്കെ വലിച്ചു കെട്ടിക്കൊണ്ട് അതിന്റെ ഈ ചോർച്ച അടയ്ക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ ഇത് കെട്ടിടത്തെ കൂടുതൽ നാശത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നാട്ടുകാരടക്കമുള്ള ആളുകളും ജനപ്രതിനിധികളും ഒക്കെ തന്നെ പറയുന്നത്. കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്തി അതിന്റെ ബലപ്പെടുത്തണമെന്നുള്ള കാരണം ഈ PWD ഓഫീസിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നതിനൊപ്പം തന്നെ അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കൊട്ടാരത്തിന്റെ, വൈക്കം കൊട്ടാരത്തിന്റെ ഭാഗമാണ്. അമ്മച്ചി കൊട്ടാരം എന്നറിയപ്പെടുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു കെട്ടിടം കൂടിയാണെന്നുള്ള. അപ്പോൾ PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് റോഡ് വിഭാഗത്തിന്റെ എഞ്ചിനീയറുടെ ഈ കാര്യാലയമായി പ്രവർത്തിക്കുമ്പോൾ അത് കൃത്യമായി നവീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അത് അറ്റകുറ്റപ്പണി നടത്തുന്നില്ല. ആ കെട്ടിടം നശിച്ചു പോകാതെ സംരക്ഷിക്കണമെന്നൊരു ആവശ്യം കൂടി അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചോളം ഉണ്ട് എന്നുള്ള. കാരണം വളരെ ചരിത്ര പ്രാധാന്യമുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു കെട്ടിടമാണ്. അതുകൊണ്ട് തന്നെ അതൊരു പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി സർക്കാർ അതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ്. അത് ഈ കെട്ടിടം പൊളിച്ചു കളയുകയല്ല എന്നുള്ളതാണ് അവരുടെ ആളുകളുടെ ആവശ്യം. അത് ആ നിലയിൽ തന്നെ നിർത്തിക്കൊണ്ട് അതിന്റെ തനത് പഴമ നിലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. ഒപ്പം തന്നെ ഈ PWD ഓഫീസിലേക്ക് എത്തുന്ന ആളുകൾക്കും ഒക്കെ ബുദ്ധിമുട്ട്. മഴയുള്ള സമയത്തൊക്കെ ഉള്ളിലേക്ക് ചോരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കെട്ടിടത്തിന് ബലക്ഷയമുണ്ട്. അപ്പോൾ അത്തരത്തിൽ അത് കെട്ടിടം തകർന്നു വീണ് കഴിഞ്ഞാൽ ഒരു ചരിത്ര സ്മാരകം കൂടി ഇല്ലാതാകും. അതോടൊപ്പം തന്നെ അവിടെയുള്ള ആളുകൾക്ക് ആശങ്കയുണ്ട്. അവിടേക്ക് എത്തുന്ന മറ്റ് സാധാരണക്കാരെ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. ഒപ്പം തന്നെ അവിടെ ഉള്ള ജീവനക്കാർക്ക് പലരും അത് ഈ ഉള്ളിൽ അവിടെ ഉള്ള ആളുകൾക്ക് ജോലിയുടെ ഭാഗമായിട്ടുള്ളതാണ്. പുറത്ത് പറയാൻ കഴിയുന്നില്ലെങ്കിൽ പരസ്യമായി പ്രതികരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അവിടെയുള്ള ആളുകൾക്കൊക്കെ തന്നെ ആ കെട്ടിടത്തിന്റെ ബലത്തെ സംബന്ധിച്ചിടമടക്കം ആശങ്കയുണ്ട്. അപ്പോൾ ആ കെട്ടിടത്തിന്റെ ബലക്ഷയം പരിശോധിക്കണം. അതിന്റെ കൃത്യമായ പൊട്ടലുകളും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ പരിഹരിച്ച് അതിനെ നവീകരിക്കണം. പക്ഷേ ആ കെട്ടിടത്തിന്റെ തനത് പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതൊരു ചരിത്രപരമായിട്ടുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടമാണ്. അപ്പോൾ അതിന്റെ ആ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം കൂടി നിലനിർത്തിക്കൊണ്ട് അതുപോലെ തന്നെ ആ കെട്ടിടത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തികൾ അധികാര ഭാഗത്തും ഉണ്ടാകണമെന്നുള്ളത്. അതായത് ഈ PWD ഓഫീസിന്റെ പ്രവർത്തനമൊപ്പം തന്നെ പഴയ ചരിത്രപരമായിട്ടുള്ള ഒരുപാട്, അതായത് വൈക്കം കൊട്ടാരത്തിനോട് ചേർന്ന് തന്നെ തൊട്ട് മുൻപിലായിട്ടാണ് ഈ അമ്മച്ചി കൊട്ടാരം എന്ന് പറയുന്നത്. അപ്പോൾ ആ കൊട്ടാരം അതിന്റെ ആ ഒരു പൈതൃകത്തോടു കൂടി തന്നെ സംരക്ഷിക്കണം. അതിനുള്ള നടപടികൾ കൂടി അധികാര ഭാഗത്ത് ഉണ്ടാകണമെന്ന ആവശ്യം അവിടെ നവീകരണം വേണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്ന. അഖിൽ കെയാണ് വിവരങ്ങൾ നൽകിയത്.